ഇന്ന് പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു വ്ളോഗാണ്. കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് തലേദിവസത്തെ എൻ്റെ ഔട്ട്ഫിറ്റാണ്. 2 ദിവസത്തേക്കാണ് പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മോയ്സ്ചറൈസർ ഒലയുടെയാണ്. ഞാൻ ഡീറ്റെയിൽഡ് ഇതൊന്നും കാണിക്കുന്നില്ല, കാരണം എനിക്കങ്ങനെ ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ കുറേ ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഈ മോയ്സ്ചറൈസറും കണ്ണും എഴുതി ലിപ്സ്റ്റിക്കും ഇട്ടാൽ കഴിഞ്ഞു. വേറെ ഒന്നും ഞാൻ ഇടയ്ക്ക് ബ്ലഷ് ഇടും. എനിക്ക് കാണാൻ വയ്യ. ഓക്കെ, ഇതാണ് കേട്ടോ ബാക്ക് നോക്കുമ്പോൾ എൻ്റെ മുടിയുടെ കോലം. ഉണക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. എൻ്റെ ഇവിടെ ഇങ്ങനെ ഡാർക്കനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇൻഫ്ലമേഷൻ പോലെ റെഡിഷ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അടുത്തെന്താണാവോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഓടുന്നത് കേട്ടോ. വല്യമ്മ അവിടെ മറ്റേ ഹാളിലിരുന്നിട്ട് ന്യൂസ് കാണുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ പറഞ്ഞു പോകാമെന്നാണ്. പറഞ്ഞു പോകാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ന്യൂസിൻ്റെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് വരും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ വോയിസ് ഓവർ ഇട്ട് നശിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചു. ഞാൻ കണ്ണ് എഴുതുന്നുണ്ട്, ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നുണ്ട്, പിന്നെ ഐ ഷെയ്ഡ് ചെറിയതായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. ലിപ്സ്റ്റിക് ഇടുന്നതൊന്നും ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതൊക്കെ പോകാൻ നേരത്ത് ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ഞാൻ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. കണ്ണ് എഴുതി കൊടുക്കാം. കണ്ണ് എഴുതിയപ്പോൾ ഒരു ഭംഗിയില്ലേ? ഈ ലൈറ്റ് കൊണ്ടാണോ അങ്ങനെ തോന്നുന്നത്? ഓക്കെ, ഐ ഷാഡോ. ഞാൻ സാധാരണ പാട്ടൊക്കെ കിട്ടിയിട്ടാണ് റെഡി ആവുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓളം കിട്ടും. ഇതിപ്പോൾ ഫോണിലെടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ബ്ലാക്ക് കൊണ്ട് തന്നെ ഒന്ന് കൊടുത്തിട്ട് സ്മജ് ചെയ്യാമെന്ന്. ഇതാകുമ്പോൾ എളുപ്പം പണി കഴിയും. കണ്ടോ, രസമല്ലേ? ഇനി ഒന്ന് ഐലൈനർ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഐടെക്സിൻ്റെ ഐലൈനർ യൂസ് ചെയ്യുന്നു. മസ്കാര ഞാൻ ലൈൻ ഇട്ടു ജസ്റ്റ്.
ഐ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ചിക്കൻ കറി കുർത്തയാണ്. ആൻഡ് ഒരു കോലാപ്പൂരി ചെരുപ്പ് വെച്ചിട്ടാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. ഒരു കയ്യിൽ മാത്രം ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു ഓക്സിഡൈസ് സിൽവറിൻ്റെ വള. ഇതാണ് എൻ്റെ മുടി ഉണങ്ങി കഴിഞ്ഞാൽ ഈ ഒരു കൊലത്തിലാണ് ഇരിക്കുക. ഇതാണ് എക്സാക്ട്ലി ഞാൻ ഉദ്ദേശിച്ച ഒരു ലൈറ്റർ ആൻഡ് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരിയൂടെ ഡാർക്കർ ആവും കേട്ടോ. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഞാൻ ആക്ച്വലി കമ്മലും വളയൊക്കെ ഇട്ടിട്ട് റീലെടുത്തു. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനൊരു കുഞ്ഞി വീഡിയോ എടുത്തു. എന്നിട്ട് ഞാനിതൊക്കെ ഊരി വെച്ചു. ഞാനിപ്പോൾ പോകുന്നില്ല. എനിക്ക് വലിയമ്മയ്ക്ക് ഞാൻ പഴം പുഴുങ്ങി കൊടുത്തു. എന്നിട്ട് ഞാൻ വന്നു. എനിക്കൊരു ചായ ഇട്ട് കുടിക്കണം. ഇനി മമ്മി വന്നിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നുള്ളൂ. അപ്പം ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി പണിയൊക്കെ ഞാൻ ഒതുക്കി. കണ്ടോ, ക്ലീൻ കിച്ചൺ. അപ്പോൾ ഈ ഡ്രസ്സ് ഭയങ്കര രസമുണ്ട്. ചിക്കൻ കറി കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള കളറും നല്ല രസമുണ്ട്. ആൻഡ് ഇട്ടാലും ഭയങ്കര കംഫർട്ടബിളാണ്. വർക്കും നല്ല രസമുണ്ട്. എൻ്റെ മുടി പാപ്പി കണ്ടിട്ട് പറഞ്ഞു നല്ല രസമുണ്ടെന്ന്. ഇവിടെ വീട്ടിൽ ആർക്കും പിടിക്കില്ല. ഡാഡി എന്നാൽ ചീത്ത വിളിക്കും. അപ്പം നമുക്ക് പയ്യെ ചായ ഉണ്ടാക്കാം. ഇത് പഴം പുഴുങ്ങിയതിൻ്റെ പാത്രമാണ്. എനിക്ക് ബേസിക്കലി ചൂട് ഭയങ്കര പേടിയാണ്. സോ ഐ ബി കെയർഫുൾ. നമുക്ക് അപ്പോഴേക്കും ചായ ഉണ്ടാക്കാം. ആൻഡ് ദിസ് ഇസ് മൈ കാപ്പ്. വലിയമ്മ അവിടെ ന്യൂസ് കാണണം, അതാണ് ബഹളം. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ബിക്കോസ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയല്ലേ നടക്കുന്നത്? ഞാൻ ആദ്യം വിചാരിച്ചു ചായ കുടിക്കണ്ട, ബിക്കോസ് എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടേക്കണം. പാത്രം വരെ കഴുകി. പിന്നെ ഈ വലിയമ്മയ്ക്ക് പഴം പുഴുങ്ങിയ പാത്രം കൂടി ഉള്ളൂ, അതൊന്നും അങ്ങനെ കഴിയാൽ മതി. അതിലൊന്നും പ്രത്യേകിച്ച് ആയിട്ടില്ലല്ലോ. പിന്നെ ചായ ഉണ്ടാക്കണം, പാലെടുക്കണം, പഞ്ചസാര, ചായപ്പൊടി, അരിപ്പ, ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ അതിലും ബുദ്ധിമുട്ടാണ് എനിക്ക് തലവേദന വന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ഐ ഡ്രിങ്ക് ടീ ആൻഡ് ഗോ ടു ദ ചർച്ച്. അപ്പം ഞാൻ വെച്ചു ചായ ഉണ്ടാക്കാം. കുഞ്ഞിപ്പാത്രങ്ങളെല്ലാം ഫ്രിഡ്ജിലാണ്. സോ ഞാൻ വലിയൊരു പാത്രം തന്നെ എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ടീ ഷുഗർ, തലതിരിച്ചായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്, പക്ഷേ ഇത് ടീ ഷുഗർ. ഞാൻ ടീ ഷുഗർ കോഫി കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കോഫി ഇങ്ങനെ വേറെയാണ് വെക്കുന്നത്, സാഷേ ആയിട്ട് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കത്തില്ല. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടീ ആൻഡ് ഷുഗർ ഓൺലി. അത് കിട്ടി. അയ്യോ, അപ്പോൾ പാല് കളച്ച് ടീയും ഷുഗറൊക്കെ ആയേനെ. എനിക്ക് നല്ല കടുപ്പത്തിൽ വേണം ചായ.
ആൻഡ് ഇത് നല്ല രസമല്ലേ കാണാനായിട്ട്, ഇതിങ്ങനെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ. ടീ ഷുഗർ ഞാൻ പഞ്ചസാര എടുത്തില്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റഷ് ചെയ്യാതെ റെഡി ആവുന്നില്ല. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് റഷ് ചെയ്തു, കാരണം എനിക്ക് ലൈറ്റ് പോകുന്നതിന് മുന്നേ എനിക്ക് റീൽ എടുക്കണമായിരുന്നു ഈ ഡ്രസ്സിൻ്റെ. ഇനോ ഷോ ഓഫ്, വെറുതെ അല്ല. അപ്പോൾ ഒരു വെട്ടം വന്നല്ലേ, വെട്ടം ഇട്ടിട്ടാ. എനിക്കിങ്ങനെ റെഡി ആയിട്ട് കുറച്ച് നേരം സമാധാനത്തിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് സമാധാനമായിട്ടിരുന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷമായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും തല്ലിപ്പടയ്ക്കും. എന്തൊക്കെ ഞാൻ അവസാനം ലൈക്ക് ചെയ്തു വെച്ചാലും അവസാനം എട്ടിപ്പിട്ടി ഓർഡറിലാണ്. ഞാനിങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് റീലിലും ഷോർട്സിലൊക്കെ കാണുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേറെ ആൾക്കാർ, ഞാൻ വിചാരിക്കും ഇവരെന്ത് സമാധാനമായിട്ടാണ് എടുക്കുന്നത്, അപ്പുറത്ത് ചായ ഉണ്ട്, എന്ത് സമാധാനമായിട്ട് എടുക്കുന്നത്, ഞാൻ എൻ്റെ ചെരുപ്പ് എവിടെ, എൻ്റെ മാല എവിടെ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ അതേ കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് സമാധാനമായിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഈ പാത്രം ഇനി കഴുകില്ല, ഈ പാത്രം ഇനി വന്നിട്ടേ കഴുകും, ഇനി കഴുകാൻ എൻ്റെ ഡ്രസ്സ് മൊത്തം കോശമാവും. സോ എനിക്ക് എത്ര ചായ ഇട്ട് തിളപ്പിച്ചാലും മതിയാവില്ല കേട്ടോ. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് വർത്താനം പറഞ്ഞില്ലേ, ഇത്രയും നേരം ഞാൻ ചായ തിളപ്പിക്കായിരുന്നു കുഞ്ഞിതിൽ വെച്ചിട്ട്. ബട്ട് എന്നാലും എനിക്കൊരു ബാ നമുക്ക് ചായ കുടിക്കാം. എൻ്റെ കണ്ണ് ഞാൻ സ്മഡ്ജ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, നമ്മളങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മമ്മി വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. ഇതാണ് കേട്ടോ പള്ളിയിൽ. നമ്മൾ വലിയ ഡെക്കറേഷനൊന്നുമില്ല. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും പ്രസംഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തിരുമേനിയുടെ പ്രസംഗമായിരുന്നു. ഞാൻ നന്നായി സൂം ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഫോൺ ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. ഞാൻ നന്നായി സൂം ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ തിരുമേനി. കുറേ തിരുമേനിമാരിൽ ഒരു തിരുമേനി ഇതാണ്. അപ്പോൾ പ്രസംഗം ഒക്കെ കഴിഞ്ഞിട്ട് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. പ്രദക്ഷിണം കഴിഞ്ഞിട്ടായിരുന്നു ഫുഡ്. കുഞ്ഞി പള്ളിയാണ് നമ്മുടെ. വലിയ പള്ളി തൊട്ട് അപ്പുറത്താണ്. ഇത് തൃക്കുന്നത്ത് സെമിനാരിയുടെ മാസ് ഹാളാണ്. തൃക്കുന്നത്ത് സെമിനാരി തൊട്ട് അപ്പുറത്തെ പള്ളിയാണ് കേട്ടോ. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ദേ പ്രദക്ഷിണം പോകാനുള്ള വരിയിൽ നിൽക്കുന്നതാണ്. പള്ളിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നതാണ്. എന്നിട്ട് ദേ പ്രദക്ഷിണം അനങ്ങി തുടങ്ങി. കുറച്ച് വൈകിട്ട് തന്നെയാണ് തിരിച്ചെത്തിയത്. കാരണം വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ശനിയാഴ്ചയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് SP ഓഫീസിലേക്ക് പോവാണ്. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. ആ കുരിശുപള്ളി കറങ്ങി മുത്തിയിട്ട് തിരിച്ച് നമ്മൾ വലിയ പള്ളി കയറിയിട്ട് പിന്നെ പള്ളിയിലേക്ക് കയറുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുരിശുപള്ളി. ഇവിടെ കുരിശുപള്ളി മുത്തിയിട്ടാണ് നമ്മൾ തിരിച്ച് പള്ളിക്കകത്തോട്ട് കയറണത്. അതേ പള്ളിക്കകത്തേക്ക് വരികയാണ്. ഇത് നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും അവസാനം അച്ഛൻ കുരിശൊക്കെ പിടിച്ചിട്ട് പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും അവസാനം നമ്മളിങ്ങനെ ഫോളോ ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ. ഇതാണ് പള്ളിയിലെ മുഖ്യ ആളുകൾ. പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കിട്ടി. ചോറും ബീഫും കായയും പിന്നെ മാങ്ങാക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ വലിയമ്മയ്ക്കുള്ള ഫുഡ് നമ്മൾ പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. വലിയമ്മ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ആൾക്കൊരു കോൺഫിഡൻസ് ആയിട്ടില്ല പുറത്തേക്കൊക്കെ ഇറങ്ങാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടന്നിട്ടാണ് വീട്ടിൽ പോയത്. ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. വണ്ടികൾ 11:30 മണിയായിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ എന്ത് ബസ് എന്ത് ഓട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരമേ ഉള്ളൂ. പള്ളിയുടെ അടുത്താണ് വീട്. ഇതാണ് പള്ളിപ്പൊതിയല്ല, വലിയമ്മയുടെ പൊതി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ പയ്യെ ഞാനും മമ്മിയും കൂടെ നടന്ന് രസമാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞ് വന്നു. വീട്ടിലെത്തി. ഭക്ഷണം കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഫോൺ ഞാൻ ബാഗിലിട്ട്. എന്നിട്ട് വലിയമ്മയ്ക്കുള്ള പാഴ്സൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ചൂട്. ബാക്കി എല്ലാവർക്കും തണുപ്പ്. എനിക്ക് മാത്രമാണോ എന്നറിയില്ല. അമ്മയൊക്കെ പറഞ്ഞ് തണുക്കുന്നു. പക്ഷെ എനിക്ക് ചൂടായിരുന്നു.
പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആ ബ്ലൗസിൻ്റെ കൈയൊന്ന് തയ്ക്കണം, നാളത്തെ സാരിയുടെ. ഇതൊക്കെ ഒന്ന് പുട്ടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട്, പുട്ടിയില്ല, മോയ്സ്ചറൈസറും ഐ മേക്കപ്പും മാറി. ഇനി കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യണം. ബിക്കോസ് വേർത്തൊരു അതും ഡേർട്ടാണ്. സോ ഡബിൾ ക്ലെൻസ് ചെയ്യണം. ഞാൻ എന്നിട്ട് മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് വന്നു. ഇനി എനിക്ക് ആ ബ്ലൗസിൻ്റെ കൈയും കൂടെ തുന്നാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു പണിയുമില്ല, സ്വാഹ, ഉറങ്ങൽ തന്നെ. അപ്പം ഞാൻ എന്തായാലും തുന്നി കഴിഞ്ഞിട്ട് പോയി ഉറങ്ങാണ്ട്. ബായ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ നിങ്ങൾക്ക് ഹായ് പറയാനായിട്ട് വന്നതാണ്. കണ്ടല്ലേ, മുടിയൊക്കെ ചപ്പറാച്ചിയായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ സെറ്റ് ചെയ്തിരിക്കണം. ഞാൻ എന്തായാലും പിറ്റേ ദിവസം സാരിയാണ് ഉടുക്കണത്. ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ സാരി ഉടുക്കാൻ ഒരുപാട് സമയമെടുക്കും. എന്നിട്ട് തന്നെ നമ്മൾ പറഞ്ഞ സമയത്തൊന്നും ഇറങ്ങിയില്ല. ബാവ വന്ന് കുർബാന തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലെത്തിയത്. അപ്പോൾ പ്രീ പ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ഈ മുകളിലേക്ക് കൊടുക്കുന്ന ഭാഗവും നമ്മൾ മടിയിൽ കുത്തില്ലേ, ആ ഞൊറിയും കൂടി നേരത്തെ തന്നെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് തേച്ച് വെക്കണം. എന്നിട്ട് പിന്നെ ഊത്തണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വാരി ഉടുത്ത് മടിയിലും കുത്തി അങ്ങ് സെറ്റ് ചെയ്താൽ മതി. സാരി റെഡി. കണ്ടോ, 3 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ സാരി ഉടുത്തത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എന്നിട്ട് പിന്നെ ഞാൻ മാലയും കമ്മലൊക്കെ ഇട്ട്, മാല ഇത് മറ്റേ കോയിൻ നെക്ലസ് ഇല്ലേ, അതിൻ്റെ തന്നെ വേറൊരു മോഡലാണിത്. ഈ സാരി ഇങ്ങനെ ഭയങ്കര എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഓർണമെൻറ്റ്സ് കുറച്ച് ജാസ്തി ഇടാത്തതാണ് നല്ലത്. മിനിമൽ സംഭവങ്ങളാണ് നല്ലത്. ഇത് മിനിമലായിട്ട് ചെറിയൊരു ചോക്കറ് പോലത്തെയാണ്. ചൂടെടുക്കുന്നുണ്ടായിരുന്നു, അതൊഴിച്ചാൽ നല്ലതായിരുന്നു സാരിക്ക്. ഇതിൻ്റെ തന്നെ ഇയറിംഗ് ആണ്, 2 കോയിൻ വരുന്നുള്ള ചെറിയൊരു സ്റ്റഡ് പോലത്തെ ഉള്ളൊരു ഇയറിങ്. ഇതിൻ്റെ തന്നെ വളയായിരുന്നു. വള ഞാൻ കാണിച്ചില്ല എന്ന് തോന്നുന്നു, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ തന്നെ ഒരു വളയും കൂടിയാണ് ഇട്ടേക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സെറ്റ്. ആ സാരിക്ക് ഇത് ഭയങ്കരമായിട്ട് രസമുണ്ടായിരുന്നു. ഞാൻ മുടി ഒക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഈ മുടി ഒന്ന് ബ്രഷ് ചെയ്തിട്ട്, മറ്റേ എയർ ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ കുളിപ്പിൻ്റെ എടുത്തിട്ട് നമ്മൾ ക്ലിപ്പ് കുത്തില്ലേ, അതേപോലെ ചെയ്യാനാണ് പ്ലാൻ. പക്ഷേ ജെന്യുവിൻലി സ്പീക്കിംഗ് എനിക്ക് ഈ സാരിക്ക് ആ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഹെയർ കളർ ചെയ്തത് ഈ സാരിയിലേക്ക് ചേരുന്നത് പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. പറയുമ്പോൾ എല്ലാം പറയണം, കാര്യം ഞാൻ തന്നെ ഏതാണ്, ഞാൻ ഒരു സംഭവമാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സാരിക്കും ഹെയർ സ്റ്റൈലിൻ്റെ കൂടെ ഈ ഹെയർ കളറ് ഒരു ഇത് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ അഴിച്ചിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അഴിച്ചിടുമ്പോൾ നല്ല രസമുണ്ട്. ഞാനത് അങ്ങോട്ട് എയർ ഡ്രൈ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് എയർ ബ്രഷ് ചെയ്തിട്ടു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പ്രദക്ഷിണമൊക്കെ പോയി വന്നിട്ടും ഹെയർ ഇതേപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അഴിച്ചിടുകയാണെങ്കിൽ രസം ഉണ്ടായേനെ. പിന്നെ ഞാൻ പള്ളിയിലേക്കൊക്കെ അല്ലേ ഇങ്ങനെ ദുർബിച്ചിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതങ്ങ് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയല്ല കേട്ടോ കെട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ ചൂടെടുത്തിട്ട് കെട്ടണം. എന്തൊരു ചൂടായിരുന്നു എന്നറിയോ, ഭയങ്കര ചൂടായിരുന്നു. ഞാൻ സാരി ഇതിങ്ങനെ കിടന്നോളും, ഇതിപ്പോൾ കിടക്കണ പോലെ അങ്ങനെ കിടക്കൂട്ടോ. എന്നിട്ട് ഞാനിതേ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ചായ കുടിക്കുകയാണ് മെയിൻ. അല്ലെങ്കിൽ എനിക്ക് തലവേദന എടുത്ത് ഞാൻ മരിച്ചു. എന്ത് ചൂടായിരുന്നു എന്നറിയാമോ. എന്നിട്ട് ഞാൻ താളമൊക്കെ പിടിക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് സാരിയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നു, നാട്ടുകാരെ കാണിക്കുന്നു, കണ്ടു. എന്നിട്ട് ഞങ്ങളിതേ പള്ളിയിലേക്ക് പോവാണ്. ഞാനും മമ്മീൻ്റെ പള്ളി എത്തി. ഇത് അടുത്ത പ്രദക്ഷിണം. പിറ്റേ ദിവസം നമുക്ക് ഇതേപോലെ പ്രദക്ഷിണമുണ്ട്. പിറ്റേ ദിവസം എല്ലാവർക്കും കുടയൊക്കെ തരും കേട്ടോ. അന്യായ വെയിലാണ്. എൻ്റെ അമ്മേ, ഈ പ്രദക്ഷിണമൊക്കെ പോയി വന്നിട്ടും എൻ്റെ സാരി അങ്ങനെ കിടന്നു എന്നുള്ളതാണ്. ഒന്നാമത് ഡോല സിൽക്കാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രീ പ്ലീറ്റ് ചെയ്തിട്ട് തേച്ച് വെച്ചാൽ അതങ്ങനെ കിടക്കും. ആരെന്ത് വന്ന് കുത്തിമറിഞ്ഞാലും അതങ്ങനെ തന്നെ കിടന്നോളും. അപ്പോൾ ഈ പ്രദക്ഷിണം തലേ ദിവസം പോയില്ലേ, ആ വഴി തന്നെയാണ് നമ്മൾ പ്രദക്ഷിണം പോണത്. പക്ഷേ പിറ്റേ ദിവസം നമുക്ക് കുറേ വെള്ളവും മറ്റേ ജ്യൂസും അതും ഇതും മോരും ഒക്കെ കിട്ടും. കാരണം അത്രയും വെയിലല്ലേ. അപ്പോൾ ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഓരോ ടൈപ്പ് വെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ചൂടായിരുന്നു. അത് എല്ലാ വർഷവും ഉള്ളതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ പള്ളിയിലേക്ക് പോണത്, വലിയ പള്ളി. ഇതാണ് നമ്മുടെ വികാരി അച്ഛൻ, നമ്മുടെ പള്ളിയുടെ. ഇതാണ് വലിയ പള്ളി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ പള്ളി ചുറ്റിയിട്ടാണ് നമ്മുടെ പള്ളിയിലേക്ക് കയറണത്. ഇത് ഇത്തിരി മേപ്പോട്ടുള്ള പള്ളിയാണ്. അപ്പോൾ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഇറങ്ങാൻ നല്ല സുഖമാണ്, താഴത്തോട്ടാണല്ലോ. എന്നിട്ട് നമ്മളിങ്ങനെ നടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പള്ളി എത്തും. ഇത് കുറേ പേരിങ്ങനെ വരുമൊന്നുമില്ല കേട്ടോ പ്രദക്ഷിണത്തിന്. ചൂടാണ്, വെയിലാണ്. ഞാനും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ ഇത് വേറെ തന്നെ ഒരു വൈബാണ്. എനിക്കിത് എന്താ പറയുക, നമ്മൾ വർഷത്തിലൊരിക്കൽ കിട്ടുന്നൊരു കാര്യമാണ്. അങ്ങനെ മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഇതാണ് നമ്മുടെ കപ്പ്യാർ സംഘം. ഇതാണ് നമ്മുടെ ബാവ പ്രദക്ഷിണത്തിന് വരും, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇതേ വഴി പള്ളിയിലേക്ക് പോകും.
ഇത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. പിറ്റേ ദിവസം ഞാൻ എടുത്തു ചോറ് വിളമ്പുന്നതും മാങ്ങാക്കറി വിളമ്പുന്നതൊക്കെ ഞാൻ എടുത്തു. പിറ്റേ ദിവസം സെയിം മെനുവാണ്, ചോറ്, മാങ്ങാക്കറി, ബീഫ്. വലിയമ്മയ്ക്ക് നമ്മൾ പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയമ്മയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് വേണം വലിയമ്മയ്ക്ക് കഴിക്കാൻ. ഞാനത് മൊത്തം കഴിച്ച ചോറും മാങ്ങാക്കറിയും എല്ലാം ഞാൻ കൂട്ടി കഴിച്ചു. എനിക്ക് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മൊത്തം കഴിച്ചു. സോ അങ്ങനെ ലാസ്റ്റ് വീടെത്തിയിരിക്കുകയാണ് ഞാൻ. ഒരു ഷോർട്സ് ഞാൻ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഇനി ഡ്രസ്സ് മാറണം, മുഖം ഒന്ന് വൃത്തിയാക്കണം, കിടന്നുറങ്ങണം. ഇപ്പം സമയം 2:45, 2:30 വീട്ടിലെത്തിയപ്പോൾ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ.